ഇതാണ് ഞങ്ങളുടെ ഇക്കാക്കൂട്ട. അപ്പാപ്പ നടക്കണ പോലെ അനുകരിക്കാണ്. കഴിഞ്ഞ തവണ കോഴിക്കോട് എത്തിയ വിശേഷങ്ങളാണ്. രാവിലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി ഉച്ചയ്ക്ക് കോഴിക്കോട് വന്നിറങ്ങി നാദുവിന്റെ ഇക്കാക്കന്റെയും ക്വാർട്ടേഴ്സിലേക്ക് നേരെ വെച്ച് പിടിച്ചു. അമിതയുടെയും ഉണ്ണേട്ടന്റെ അനിയത്തിയുടെ കല്യാണത്തല്ലെന്നാണ് ഇന്ന്. നാദുമ്മ നമ്മുടെ ഇക്കാക്കനെ അണിയിച്ചൊരുക്കി ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് ഇറങ്ങി. പോണ വഴിക്ക് അഞ്ജലി വീട്ടിലും കയറണായിരുന്നു കേട്ടാ. ഇവരെ കൂടെ തന്നെ RPF ലൈനാണ് കേട്ടോ അഞ്ജലിയും. അവളെയും കുഞ്ഞിനെയും കണ്ടു. ഇതാണ് നമ്മുടെ അഞ്ജലി, പണ്ടത്തെ വോളിബോൾ പ്ലെയർ ആണ്. ഇപ്പൊ കുറച്ച് നാണായെന്നുള്ളൂ. അവിടുന്ന് ചായം കുടിച്ച് നേരെ കല്യാണ വീട്ടിലേക്ക് പോയി. അമിതേനെ കണ്ടു. ഞങ്ങൾ പിന്നെ വളരെ നേരത്തെ ആണല്ലോ. കുറെ കാലം കഴിഞ്ഞ് അമിതേനെ കണ്ടെന്നെ വെറും പ്രഹസനം മാത്രം. ആ സ്റ്റേജിൽ നിൽക്കണ കല്യാണപ്പെണ്ണിനെ സൈഡാക്കിയിട്ട് സൈഡിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. നേരെ തിര പാടി കടൽ കാണാൻ പോയിട്ടാ. കോഴിക്കോട് ഒന്ന് എങ്ങനെ കടൽ കാണാണ്ടിരിക്കുക. അവിടെ എത്തിയപ്പോൾ റോഡിന്റെ 2 സൈഡ് ഫുൾ കാറുകൾ. വണ്ടി ഇടാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലായി, കോഴിക്കോടുകാർക്ക് ഉറക്കില്ല. ഫുഡും നൈറ്റ് ലൈഫും കോഴിക്കോട് ഒരു രക്ഷയില്ലാട്ടാ. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.